ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജിത്തു ജോജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൊന്മുട്ടയിടുന്ന താറാവിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് പൊന്മുട്ടയിടുന്ന ഒരു കോഴിയെ കിട്ടി. ആ കോഴി നമുക്ക് നല്ല പട്ടുക്കുടം പോലത്തെ മുട്ടതായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ മുട്ടയുടെ ലിവർ ബാക്കിയുള്ളതിൻ്റെ പാഴ്സലെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു കുക്കിംഗ് ചെയ്യാം. പോവാം. ഇവിടെ നമ്മൾ ആദ്യം ഇതിനെ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യണം. എല്ലാം മിക്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് കളയല്ലേ. ഇത് വേവ് കൂടിയ സാധനമാണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് നല്ലവണ്ണം വേവിക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലിവർ പൊടിഞ്ഞു പോകും. നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇതിനകത്ത് ലിവർ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ അത് കഴുകി കുക്കറിലിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 2 വിസിലടിക്കാം. 2 വിസിൽ അടിച്ച ശേഷം ഇതിനെ വെളിയിലെടുക്കണ്ട. അതിന് ശേഷം ഇതിനകത്ത് ലിവർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ലിവർ പൊടിയില്ല. കണ്ട, 2 വിസിലടിച്ചേ ഉള്ളൂ. ഈ സാധനം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞ്. ഇനി നമുക്കിത് കോരി മാറ്റണ്ട. ഇതിൻ്റെ പുറത്ത് ബാക്കി ലിവറും ബാക്കി സാധനങ്ങൾ ചേർക്കാം. കണ്ട, ആ സാധനം നല്ലവണ്ണം വെന്ത് കഴിഞ്ഞ്. ഇനി നമുക്ക് ഇതിനകത്ത് പൊന്മുട്ടയും ബാക്കിയുള്ള ലിവറും എല്ലാം ചേർക്കാം. ഓക്കെ, കണ്ട. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലിവർ ഇട്ടല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി 1-2 ഐറ്റങ്ങൾ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ലിവർ എന്ന് പറയുന്ന സോഫ്റ്റ് സാധനമാണ്. ഇത് ഒരു ഫിസിൽ കേട്ടോളം തുറന്നു വിടണം. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് കനലിൽ പരുവപ്പെടുത്താൻ പറ്റില്ല. കനലിൽ പരുവപ്പെടുത്തിയെടുക്കണതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളിത് ഫിസിൽ കേട്ട് ഇനി നമുക്ക് ഇതിനെ തുറന്നു വിടാം. ഇനിയാണ് നമ്മൾ ഇതിനെ തീക്കനലിലിട്ട് ഊതിക്കാച്ചി പൊന്നാക്കി എടുക്കാൻ. കണ്ട, നമ്മൾ വേവിച്ച് ഇറക്കിയപ്പോൾ ഇതിൽ നിന്ന് ഊറിയ ആ നെയ്യും അതിൻ്റെ വെള്ളമാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്. ഇതിനി തിളച്ച് ഇങ്ങനെ വറ്റി ഈ ലിവറിലോട്ട് അങ്ങ് പിടിക്കും. പിടിച്ച ശേഷമാണ് നമ്മളിതിലും അടുത്ത മസാല ചേർക്കാൻ. ഇല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അതിനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കണമണ കിടക്കണമെന്ന് വിചാരിക്കണ്ട. ഇത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറും. ഇതിലങ്ങോട്ട് കുരുമുളകും നല്ല ഇടിച്ച മുളകും എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴേ ഇതിൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറും. ഒന്ന് കാണാം, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്തുള്ള മെയിൻ സാധനങ്ങൾ ചേർക്കാം. നേരത്തെ മരവാഴ കിടന്ന സാധനം ഇപ്പം ഒന്ന് 3 വരണം കണ്ട. ഇതും കൂടെ അങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടല്ല ഇതിൻ്റെ സ്വഭാവം കൊണ്ട് മാറും. നല്ല ചുള്ളം പയ്യാനായിട്ട് വരും. ഇതിലുണ്ടല്ലോ ഒരുപാട് മസാലയൊന്നും ഇല്ല. ഇതിൽ സിമ്പിളാണ്. ഇത് നമുക്ക് ആദ്യം ഇതിൽ ഇടിച്ച് ചതച്ച മുളക് ചേർക്കാം. ഇതാണ് അതിൻ്റെ മെയിൻ ഐറ്റം. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും വാരി ഇടുന്നത്. മനസ്സിലായോ? മുളക് പൊടി ചേർത്താൽ ഇതിൻ്റെ വേറെ ടേസ്റ്റായി പോകും. ഓക്കെ, അടുത്ത് കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി. മല്ലിപ്പൊടി ചേർത്ത് ഇനിയാണ് ഇതിൻ്റെ പൊളി ഐറ്റം വരണത്. എന്താണെന്നറിയാമോ? ഇത് ഇട്ടാലേ ഇത് പമ്പരം പോലെ നിൽക്കുകയുള്ളൂ. എന്താണെന്നറിയാമോ? കുരുമുളക് നല്ല പെപ്പർ അങ്ങോട്ട് കയറ്റി കൊടുക്കണം. വേണ്ട, ഇതൊക്കെ ചേർത്ത് വൈകുന്നേരം ഒരു പിടി പിടിക്കാൻ വേണ്ടല്ല, പമ്പരം പോലെ നിൽക്കും. വലിയ ചട്ടോട്ട് ഇളക്കാൻ പറ്റില്ല. ഇതിന് ചെറിയ ചട്ടോട്ട് ഇതൊന്ന് പരുവപ്പെടുത്തി എടുക്കണം. കാരണം അത് വീടുമ്പോൾ തന്നെ അതിൻ്റെ സ്വഭാവം അങ്ങ് മാറിയണ്ട. ഇതിന് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇട്ടേക്കണം. ചെറിയ തീയിൽ, കുഞ്ഞു തീയിൽ. ഇനി തീ കുറയടാ. ഇനി ആ കനൽ മാത്രം മതിയേ. വേണ്ട, അത് 3 വരണുണ്ട ലിവർ. അല്ലെങ്കിൽ നല്ല പായസം പോലെ ആയാലേ നേരത്തെ. ഇത് ഒരു കാര്യം ഞാൻ പറയാം, കനലിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും പരുവത്തിന് എടുക്കാൻ പറ്റൂ. നമുക്ക് ഗ്യാസിൽ ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും, പക്ഷേ ഇത്രയും പരുവം കിട്ടില്ല. ഇത് തങ്ക പരുവമാണ്. എടാ, നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് അടിച്ച് പെരുക്കിയിട്ട് എനിക്ക് മറ്റേ പ്രോട്ടീൻ ഇല്ല എന്ന് കിടന്ന് കരഞ്ഞുകൊണ്ട് നടക്കാതെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സാധനം കൊണ്ട് വാങ്ങിച്ച് കഴിക്കണം. ഇതിന് നല്ല പ്രോട്ടീൻ അല്ലേ. ചിലവന്മാർ പറയും ഇത് കഴിക്കാൻ പാടില്ല എന്ന്. അവന്മാരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ട്. പിന്നെ ഒരു കാര്യം, ഇത് 3 മണിക്ക് റെഡിയാവും. നമ്മളെ കോഴിക്ക് ഇത്രയാണ് ഉള്ള സാധനം. ഇത് തീരുന്ന നേരം നമ്മൾ ഇഷ്ടം പോലെ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് മിനുക്ക് പണിയും കഴിഞ്ഞ് ഇപ്പം ലിവർ പെപ്പർ ഫ്രൈ റെഡി. അപ്പോൾ നമ്മൾ ആലെ കൊണ്ട് ഈ പരുവപ്പെടുത്തിയ സാധനം താഴെ വന്നിട്ടുണ്ട്. നല്ല അടിച്ച് പരുവപ്പെടുത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മണി മുതൽ നമ്മളെ കൗണ്ടറിൽ കിട്ടും. പക്ഷേ ഇത്രയും സാധനം കാണുള്ളൂ.
നേരത്തെ വന്നാൽ ഇഷ്ടം പോലെ വീട്ടിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ കനലിൽ പരുവപ്പെടുത്തുമ്പോൾ അതൊരു പ്രത്യേകതയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊന്ന് എൻ്റെ അടുത്ത് പറയണേ.